രാമൻ ലക്ഷ്മണന് രണ്ടുപേരും നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. രണ്ടുപേരും പട്ടാളത്തിൽ നിന്നും വിരമിച്ച ആളുകളാണ്. ഇതില് രാമന് ഒരു വൻ ബിസിനസ്മാൻ ആണ്. 1000-ഓളം തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം കാർ ഓടിച്ച ഒരു ദിവസം ബാങ്കിന് അങ്ങോട്ട് ചെന്നപ്പോൾ ബാങ്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു നമ്മുടെ ഓൾഡ് ദോസ്ത് ലക്ഷ്മണൻ. ആശാൻ സെക്യൂരിറ്റി ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മൺ ഇവര് തമ്മിൽ കണ്ടപ്പോൾ ഞെട്ടി. രണ്ടുപേരും ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ഞെട്ടി. കാര്യം ഇവൻ ഒരു എസ് ക്ലാസ് മെഴ്സിഡീസ് ബെൻസിലൊക്കെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും ഒരേ സർവീസ് ചെയ്ത ആൾക്കാർ. രണ്ടുപേരും പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ ഇരിക്കുന്ന ആള് സെക്യൂരിറ്റിയുടെ പണി ചെയ്യുന്നു, ആള് ബിസിനസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാം പറഞ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാമന്റെ ഓഫീസിലേക്ക് ഒന്ന് ഗസ്റ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആള് ഡ്രസ്സൊക്കെ ഇട്ട് സെക്യൂരിറ്റി വേഷമൊക്കെ മാറ്റി നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ രാമന്റെ ഓഫീസിലേക്ക് വന്നു. അകത്തേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോവാണ്. 1000-ഓളം തൊഴിലാളികൾ, വൻ സ്ഥാപനം, ഒരു ഉഗ്രൻ CEO റൂം. അവിടെ നമ്മുടെ രാം അവിടെ ഓണറുടെ മുറിക്കകത്ത് അവിടെ ഇരിക്കുകയാണ്. ആശാൻ അകത്ത് നിന്ന് കസേരയിൽ ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്, നിന്റെ ഒരു ഭാഗ്യമായി, നീ ഭയങ്കര ലക്കിയാണ്. നമ്മൾ രണ്ടുപേരും ഒരു ജോലി ചെയ്ത ആളുകൾ. നിന്റെ ഭാഗ്യം കൊണ്ട് നീ 1000 പേര് തൊഴിലാളികളുള്ള വൻ സ്ഥാപനം നടത്തും. എന്റെ കഷ്ടകാലം കൊണ്ട് ഞാൻ സെക്യൂരിറ്റി ആയി. ഇപ്പൊ രാം പറയണ ഒരു ഉത്തരവുണ്ട് കേട്ടോ. രാം പറഞ്ഞ ഉത്തരവാണ്, ഇന്നും ഇന്നലെയും കൊണ്ടല്ല ഞാനൊരു ഓണ്ടർപ്രണറായി മാറിയത്. ഞാൻ അന്നേ ഓണ്ടർപ്രണർ ആയിരുന്നു. അപ്പൊ ലക്ഷ്മണൻ ചോദിച്ചു, അതെങ്ങനെയാടാ നീ ഒന്ന് ഓണ്ടർപ്രണറാന്ന് പറഞ്ഞു? നമ്മൾ രണ്ടുപേരും ഒരു പണിക്കല്ലേ പോയേ? നമ്മൾ രണ്ടുപേരും ഒരു പണിക്കാ പോയേ. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് രണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ആ അനുഭവത്തെ കണ്ട രീതി രണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒന്ന് പ്രവർത്തിച്ച രീതി രണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന്, നമ്മൾ അന്ന് ഒരു ദിവസം രാത്രി അവിടുത്തെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന ഡോർമെറ്ററിലേക്ക് വരാൻ 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നീ ഓർക്കണുണ്ടോ ലക്ഷ്മണ? ആ ഉണ്ട്, ഓർക്കണുണ്ട്. അപ്പൊ അന്ന് രാത്രി നമ്മൾ ഓഫീസിൽ നിന്ന് വന്നൊരു 3.5 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇടാ നമ്മളടുത്ത് ലൈറ്റും ഫാനും ഓഫാക്കാൻ മറന്നു എന്ന്. അന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ലൈറ്റും ഫാനും അല്ലേ, ഇത്രയും പണിയെടുത്തതല്ലേ, പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് നീ ഡോർമെറ്ററിയിലേക്ക് പോവുക ചെയ്തേ. ഞാൻ പക്ഷേ ആ 3.5 കിലോമീറ്റർ തിരിച്ച് നടന്നുപോയി, ആ ലൈറ്റും ഫാനും ഓഫാക്കി തിരിച്ചു വന്ന ആളാണ്. അത് എൻ്റെ സ്ഥാപനമായിട്ടാണ് ഞാൻ ആ സ്ഥാപനത്തെ കണ്ടത്. ഞാൻ അവിടെ ഒരു ജോലിക്കാരനായിട്ടല്ല ജോലി ചെയ്തത്, എൻ്റെ സ്ഥാപനമായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് അന്ന് മുതലേ ഞാനൊരു ഓണർഷിപ്പ് പെർസ്പെക്റ്റീവ് ഉള്ള മനുഷ്യനാണ്. നീ അന്ന് മുതലേ ജോലിയുടെ പെർസ്പെക്റ്റീവ് ഉള്ള മനുഷ്യനാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കുള്ളത് ഓണർഷിപ്പ് പെർസ്പെക്റ്റീവ് ആണോ അതോ ഒരു ജോബ് പെർസ്പെക്റ്റീവ്? ഇപ്പോൾ ഉള്ളത് ഏതാ? ആ ഓണർഷിപ്പ് പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളുടെ കരിയറും നാളെ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സംരംഭവും ഒക്കെ തന്നെ വൻ വിജയമായി മാറും. അതുകൊണ്ട് എത്രയും വേഗം ആ ജോബ് പെർസ്പെക്റ്റീവിൽ നിന്നും ഓണർഷിപ്പ് പെർസ്പെക്റ്റീവിലേക്ക് മാറാൻ തയ്യാറാണ്.